ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. PYQ സീരീസിൻ്റെ തുടർച്ചയായ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 1050/2024 ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. 81ാമത്തെ ചോദ്യമാണ്, പ്രൈസ് മെക്കാനിസം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് എക്കണോമിക് സിസ്റ്റം. പ്രൈസ് മെക്കാനിസം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് എക്കണോമിക് സിസ്റ്റം. ഓപ്ഷൻ എ സോഷ്യലിസ്റ്റ്, ഓപ്ഷൻ ബി ക്യാപിറ്റലിസ്റ്റ്, ഓപ്ഷൻ സി കമ്മ്യൂണിസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ പ്രൈസ് മെക്കാനിസം എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ക്യാപിറ്റലിസ്റ്റിക് ആണ് കേട്ടോ. ക്യാപിറ്റലിസം എന്ന എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം where the entire means of production and distribution of goods and services are vested in the hands of private individuals. Entire goods and services, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനും ഉൽപ്പാദനവും വിതരണവും എല്ലാം ആരുടെ കയ്യിലാണ്? പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലാണ് അല്ലേ. അവിടെ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വിത്ത് മിനിമം ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് മാത്രമേ ഗവൺമെൻറ്റിന് അവിടെ ഇടപെടലുകൾ നടത്താനാകൂ. അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുക. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഏൺ മാക്സിമം പ്രോഫിറ്റ് എന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പാണ് ക്യാപിറ്റലിസം എന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ക്ലാസ് വാർ, ക്ലാസ് സ്ട്രഗിൾ, ഇതെല്ലാം ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. എന്തെല്ലാമാണ് അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? പ്രൈവറ്റ് ഓണർഷിപ്പാണ് അവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. മാർക്കറ്റ് മെക്കാനിസം ഉണ്ട്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. കൺസ്യൂമർ സോവർണിറ്റിയാണ്. പ്രൈസ് മെക്കാനിസം ഉണ്ട്. ക്ലാസ് സ്ട്രഗിൾസും ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രോഫിറ്റ് മോട്ടീവാണ് അവരുടെ ലക്ഷ്യം. പിന്നെ നോ ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് അഫയേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല. ഇൻഈക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇൻകവും വെൽത്തും തമ്മിൽ സമത്വം ഉണ്ടോ? ഇല്ല, അസമത്വമാണുള്ളത് അല്ലേ. ക്രിയേഷൻ ഓഫ് മോണോപ്പൊളീസ്, കുത്തക സൃഷ്ടിക്കുന്നു. കാരണം പണക്കാരൻ എന്നും പണക്കാരനാവണു, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായി തന്നെ തുടരുന്നു. അതായത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മാൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന സംഭവം സംഭവിക്കുന്നത്. ഓക്കെ, ഫ്ലെക്സിബിൾ ആണ്. ക്ലാസ് വാർ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, ലിമിറ്റഡ് റോൾ ഓഫ് ഗവൺമെൻറ് ആണ്, ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് എൻ്റർപ്രൈസ് ആണ്, പ്രോക്സിനെ അലൗ ചെയ്യുന്നുണ്ട്, കൺസ്യൂമർക്ക് സോവർണിറ്റി ഉണ്ട്, ഫ്രീ മാർക്കറ്റ് എക്കണോമി ആണെന്ന് പറയാം. പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, അവിടെ വ്യക്തികൾക്കാണ് ഫ്രീഡം ഉള്ളത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അങ്ങനെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ ധാരാളം ഫീച്ചേഴ്സുകളിലൂടെ കടന്നു പോകുന്നതാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റലിസമായി പ്രധാനമായിട്ട് ഫീച്ചേഴ്സായി നോക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്? പിന്നെ അതുപോലെ തന്നെ ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പം ആഡം സ്മിത്ത് ഈസ് ദ ഫാദർ ഓഫ് ക്യാപിറ്റലിസം. തിയറി ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാപിറ്റലിസം. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ലെയ്സീസ് ഫെയർ എന്നതാണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം അറിയപ്പെടുന്നത്. ലെയ്സീസ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ദർ ഈസ് നോ ഗവൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാത്ത സിസ്റ്റമാണ് ലെയ്സീസ് ഫെയർ. ദാറ്റ് ഈസ് ദ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയ്സീസ് ഫെയർ ക്യാപിറ്റലിസമാണ്. തിയറി ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആലോചിച്ചിരിക്കുക. ആഡം സ്മിത്ത് ആണ് ഫാദർ എന്ന് പ്രത്യേകം ആലോചിച്ചിരിക്കുക. പിന്നെ നമ്മുടെ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പം ബുക്കുണ്ട്. എന്താ ബുക്ക്? ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് 1759 പബ്ലിഷ് ചെയ്തത്. പിന്നെ ദ വെൽത്ത് ഓഫ് നേഷൻസ് 1776. ഈ രണ്ട് പുസ്തകവും അദ്ദേഹവുമായി ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്രിപ്കോ വാസ് രജിസ്ട്രേഡ് അണ്ടർ ഡാഷ് ആക്ട്.
ഓപ്ഷൻ എ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഓപ്ഷൻ ബി BR ആക്ട്, ഓപ്ഷൻ സി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഓപ്ഷൻ ഡി RBI ആക്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്രിപ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ക്രിപ്കോ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രിപ്കോയുടെ വർഷം ഓർത്തിരിക്കണം. 17/4 കേട്ടോ. April 17, 1980 ക്രിപ്കോ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. ക്രിപ്കോ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 17/4/1980. ഹെഡ് ക്വാർട്ടേഴ്സ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ക്രിപ്കോ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്ലാന്റ്സ് ഇൻ ഹാസിറയിലാണ്, ഗുജറാത്തിലെ ഹാസിറയിലാണ് ക്രിപ്കോയ്ക്ക് ഫസ്റ്റ് പ്ലാന്റ് തുടങ്ങുന്നത് കേട്ടോ. പോൾ പോത്തൻ അതാണ് ഫൗണ്ടർ MD ഓഫ് ക്രിപ്കോ. ഫൗണ്ടർ MD ആരാണ്? പോൾ പോത്തൻ ആണ് കേട്ടോ. ഓക്കെ, പോൾ പോത്തൻ്റെ ധാരാളം സംഭാവനകൾ കൊണ്ടാണ് ക്രിപ്കോ എന്ന് കാണുന്ന നിലയിലേക്കൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം കുറേ അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞ സ്ലോഗൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിപ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോപ്പറേറ്റീവ്സ് ആൻഡ് ബിയോണ്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിപ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് GVT എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ക്രിപ്കോയുടെ ഒരു ഡിവിഷനാണ് എന്ത്? ഗ്രാമീൺ വികാസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. 1992 ഇത് രൂപീകരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു നോൺ പ്രോഫിറ്റ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനായിട്ട് ക്രിപ്കോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് 1992. ഓക്കെ, പിന്നെ ക്രിപ്കോയുടെ ചെയർമാൻ ആരാണ്? ചന്ദ്രപാൽ സിംഗ് യാദവ് ആണ് കേട്ടോ. ഓക്കെ, ചന്ദ്രപാൽ സിംഗ് യാദവ് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞു നോയിഡ UP പറഞ്ഞു. ക്രിപ്കോ ശരിക്കും ഒരു ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറാണ് കേട്ടോ. ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറാണ്. ക്രിപ്കോ വാസ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ആസ് എ നാഷണൽ ലെവൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ക്രിപ്കോ ഈസ് ദ വേൾഡ്സ് പ്രീമിയർ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസിങ് കോപ്പറേറ്റീവ്സ്. ഡാഷ് ഈസ് വേൾഡ്സ് പ്രീമിയർ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസിങ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉത്തരം? ക്രിപ്കോ ആണ്. ക്രിപ്കോ ഈസ് ദ വേൾഡ്സ് പ്രീമിയർ ഫെർട്ടിലൈസിങ് പ്രൊഡ്യൂസിങ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, പിന്നെ ക്രിപ്കോയുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാമീൺ വികാസ് ട്രസ്റ്റ്. നമ്മൾ പറഞ്ഞു വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1999 പറഞ്ഞു. ഓക്കെ, പിന്നെ ക്രിപ്കോയുമായി ബന്ധപ്പെട്ട് 2 അവാർഡുകൾ പറയുന്നുണ്ട്. സഹകാരിത ശിരോമണി, അതുപോലെ തന്നെ സഹകാരിത വിഭൂഷൺ എന്ന് പറഞ്ഞ 2 അവാർഡുകൾ ക്രിപ്കോയെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. ക്രിപ്കോ കൊടുക്കുന്ന അവാർഡുകളാണ്. പിന്നെ ക്രിപ്കോയ്ക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ പ്ലാന്റുകളുണ്ട്, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകളുണ്ട്. ഹാസിറയിലാണ്, ഗുജറാത്തിലെ ഹാസിറയിലാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു കെമിക്കൽ ഫെർട്ടിലൈസർ പ്ലാന്റ്. പിന്നെ ഷാജഹാൻപൂറിലുണ്ട് UP. പിന്നെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉള്ളത് ഹാസിറയിലും വാരണാസിയിലും ലാഞ്ചഹിലും അല്ലാണ്ട് ഒരു പവർ പ്രോജക്റ്റ് ഉണ്ട് അവർക്ക് ജുഹ്നൂൽ. അത് രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്രിപ്കോയുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്രിപ്കോയുടെ വർഷം ഓർത്തിരിക്കുക, 17/4/1980. പിന്നെ ക്രിപ്കോ മറ്റ് രാജ്യങ്ങളുമായിട്ട് കൂടി ചേർന്ന് ധാരാളം ജോയിൻ വെഞ്ചേഴ്സൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, ഒമിഫ്കോ എന്നതൊക്കെ പറഞ്ഞ്, അതായത് ഒമാനും ഇന്ത്യയും തമ്മിലുള്ളതാണ് ഒമിഫ്കോ. ക്രിപ്കോയും എല്ലാം കൂടി ക്രിപ്കോ ഒമാൻ്റെ കമ്പനി, അങ്ങനെയാണ് ഒമിഫ്കോ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ വെഞ്ചേഴ്സൊക്കെ ക്രിപ്കോയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ദ ICS ഒഫീഷ്യൽ ഫ്ലാഗ് വാസ് ചേഞ്ച്ഡ് ഫ്രം എ റെയിൻബോ ഫ്ലാഗ് ടു റെയിൻബോ ലോഗോ ഫ്ലാഗ് ഓൺ എ വൈറ്റ് ഫീൽഡ്? അതായത് വെള്ളപ്രതലത്തിൽ ഉള്ള ഒരു പുതിയ ഒരു ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ICA. അത് ഏതു വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1925, ഓപ്ഷൻ ബി 2010, ഓപ്ഷൻ സി 2001, ഓപ്ഷൻ ഡി 2005. അപ്പോൾ എന്നാണ് അതെന്നാണ്. അതായത് ICAയുടെ ഒഫീഷ്യൽ ഫ്ലാഗ് ചേഞ്ച് ചെയ്തു എങ്ങനെയാണ്? റെയിൻബോ ഫ്ലാഗ്, അതിൽ റെയിൻബോ ലോഗോ, പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫീൽഡിൽ റെയിൻബോ, അങ്ങനെയാണ് പറഞ്ഞത്. അതായത് കോപ്പറേറ്റീവ് ഫ്ലാഗ് റെയിൻബോ ഫ്ലാഗ് തന്നെയാണ്. ഒരു റെയിൻബോ ഇങ്ങനെ വരുന്നു, പിന്നെ കുറച്ച് പ്രാവുകൾ പറക്കണു, ആ തരത്തിലുള്ള ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? വ്യത്യസ്ത നിറത്തിലുള്ള പ്രാവുകൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഫ്ലാഗ്. അതെന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 ഈ ന്യൂ ഫ്ലാഗ്
കൊണ്ടുവന്നത് കേട്ടോ ICA. പക്ഷേ നമ്മുടെ NCUA അതെന്ത് ചെയ്തിട്ടില്ല, NCUA ഇതുവരെ നമ്മുടെ ആ ഫ്ലാഗിന് പരിഗണിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഇന്ത്യയിൽ ആ ഫ്ലാഗ് ഉയർത്താൻ തുടങ്ങിയിട്ടില്ല. NCUA പരിഗണിക്കാത്ത കാരണം നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഫ്ലാഗ് പറയുന്നത് റെയിൻബോ ഫ്ലാഗ് എന്നാണ് കേട്ടോ. കോപ്പറേറ്റീവ് ഫ്ലാഗ് പറയുന്നത് റെയിൻബോ ഫ്ലാഗാണ്. ഓക്കെ, 1921 ആദ്യമായിട്ട് ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഫ്ലാഗ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് 1921. കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ ICA എന്നാണ് 1921. റെയിൻബോ കളറിനെ എന്ത് ഡിനോട്ട് ചെയ്യുന്നു? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് റെയിൻബോ കളറിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ കളേഴ്സ് എല്ലാം കൂടി ഡിനോട്ട് ചെയ്യുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുടെ സെലിബ്രേഷൻ ലണ്ടനിൽ വെച്ച് നടക്കുമ്പോൾ 1923 ആദ്യമായിട്ട് ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, 1923 കേട്ടോ. അപ്പോൾ ഒരു വർഷം, അതായത് 21 എന്ത് ചെയ്തു, 21 ഡിസൈൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 23 അത് ശരിക്കും ഉയർത്തുന്നത്. അപ്പോൾ ലണ്ടനിൽ വെച്ചിട്ട് 1923 കോപ്പറേറ്റീവ് ഫ്ലാഗ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുടെ സെലിബ്രേഷൻ നടക്കുമ്പോഴാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ നടക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ICA ഒരു ഒഫീഷ്യൽ ഫ്ലാഗ് 25 അഡോപ്റ്റ് ചെയ്യുന്നത് 1925. അത് കഴിഞ്ഞ് 2001 ഈ സിയോളിൽ വെച്ചിട്ടാണ്, ഈ ഒരു പുതിയ സിയോളിലെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഈ പുതിയ നിറത്തിലുള്ള, അതായത് ICA റെയിൻബോ എന്നും കുറച്ച് പ്രാവുകൾ പറന്നു പോകുന്ന പോലത്തെയുള്ള ഈ ഒരു സംഭവം തുടങ്ങുന്നത് 2001 കേട്ടോ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു 2001 ആലോചിക്കുക. പിന്നെ അതുപോലെ തന്നെ സിയോൾ എന്നാണ് ഈ ഒരു ജനറൽ അസംബ്ലി നടന്ന സ്ഥലം എന്നും പ്രത്യേകം ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതിൽ കോപ്പറേറ്റീവ് ഫ്ലാഗിൽ എത്ര നിറങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 നിറങ്ങളാണുള്ളത്. 6 സ്ട്രിപ്പുകളാണ് കേട്ടോ, ഇങ്ങനെ 6 സ്ട്രിപ്പുകളാണ്. പിന്നെ റെഡാണ് ടോപ്പിൽ വരുന്നത്, വയലറ്റാണ് ബോട്ടത്തിൽ വരുന്നത്. റെഡ് ടോപ്പും വയലറ്റ് ബോട്ടുമാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ വരുന്നത് 3:2 തന്നെയാണ്. പിന്നെ ഈ ന്യൂ ഫ്ലാഗിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആണ് ഈ സെൻറ്റർ പീജിയൻസ് ഉള്ളത്. പിന്നെ ഈ ന്യൂ ഫ്ലാഗ് എന്ന് ഇങ്ങനെ പറന്നു പോണ പോലെ 10 ഡോവുകളാണ് കേട്ടോ അങ്ങനെ പറന്നു പോകുന്നത്. അതാണ് 2001 ജനറൽ അസംബ്ലി സിയോളിൽ വെച്ചിട്ട് ഇവർ പുതുതായിട്ട് കൊണ്ടുവന്ന ഫ്ലാഗ് എന്ന് പറയണത് കേട്ടോ. പിന്നെ ഈ റെയിൻബോയ്ക്ക് ശരിക്കും 6 കളറാണ് ഈ റെയിൻബോയിലുള്ളത്. പിന്നെ 7ാമത്തെ കളറ് ശരിക്കും എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ അടിയിൽ ICA എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ NCUA അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇത് വേൾഡ് മൊത്തം പിന്നെ പ്രചാരത്തിൽ വന്നു 2001 തൊട്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ 2013 എന്ന വർഷം എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരാറുണ്ട്. കൂപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു വർഷവും കൂടി 13 കൂപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ടുള്ള വർഷങ്ങളൊന്ന് ഓർക്കാം. 1921 കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. 1921 ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ആരാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രധാനപ്പെട്ട കോപ്പറേറ്റർ, അത് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഗിഡാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? ചാൾസ് ഗിഡാണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ അദ്ദേഹമാണ് പിന്നെ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ 1923 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ 1924 ഉയർത്തിയത്, ഹോയിസ്റ്റ് ചെയ്തത്. 1925 അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. 2001 പുതിയൊരു ഫ്ലാഗാക്കി മാറ്റിയത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പുതിയ ഫ്ലാഗാക്കിയത് 2001. അപ്പോൾ ഈ വർഷമൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊരു കോളം പോലെ എഴുതി വെച്ച് നിങ്ങൾ വ്യക്തമായി പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ മെറിറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മെറിറ്റ് ഇതിലേതെല്ലാമാണെന്ന്. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ഇറ്റ് റിമൂവ്സ് ഈവിൾസ് ഓഫ് ക്യാപിറ്റലിസം. അത് ശരിയാണ് അല്ലേ?
വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ, അതും ശരി തന്നെയാണ്. സപ്പോർട്ട് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ്, അതും ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മെറിറ്റല്ലേ. അപ്പോൾ ഇതിൽ ഉത്തരമായി വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. ഓൾ ദി എബവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അറിയണ കാരണം നമ്മൾ അതിനെക്കുറിച്ച് ആ ക്വസ്റ്റ്യൻ നമുക്ക് അറിയണ കാരണം നമ്മൾ ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. 85ാമത്തെ ചോദ്യമാണ്. സെലക്ട് എ wrong one which relates to Schulz type of societies in Germany. തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ പറയണത് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഓപ്ഷൻ ബി പറയണത് ഷെയർസ് ഓഫ് ലോ വാല്യൂ, ഓപ്ഷൻ സി പറയണത് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി പറയണത് മെമ്പർഷിപ്പ് വാസ് ഗിവൺ ടു ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ്മെൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായത് ഷെയർസ് ഓഫ് ലോ വാല്യൂ എന്നതാണ് കേട്ടോ. ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷൂൾ ടൈപ്പ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പയനിയർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് എന്നറിയപ്പെടുന്ന ആളാണ് ഹെർമൻ ഷൂൾസ് എന്നത് കേട്ടോ. ജർമ്മനിയുടെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്ററാണ്. ഓക്കെ, ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഷെയർസ് ഓഫ് ലോ വാല്യൂ എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഷൂൾസ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇൻ ജർമ്മനിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഷൂൾസ് ടൈപ്പിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഷൂൾ സൊസൈറ്റീസ് പൊതുവെ മാനേജ്മെൻറ്റൊക്കെ ഡെമോക്രാറ്റിക് ആണ്, പെയ്ഡ് ആണ്, പിന്നെ ലയബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ് കേട്ടോ. ലയബിലിറ്റി വാസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഷൂൾ സൊസൈറ്റീസ് ദ മാനേജ്മെൻറ്റ് വാസ് ഡെമോക്രാറ്റിക്, പെയ്ഡ് ആണ്, ദ ലയബിലിറ്റി വാസ് ലിമിറ്റഡ് ആണ്. പിന്നെ ഷെയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ വാല്യൂ ആണ് ഷെയർസിനുള്ളത്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിവിഡൻറ്റും ഹൈ ആയിരിക്കും കേട്ടോ. ഹൈ വാല്യൂ ഷെയർസിനുണ്ട്, അതുപോലെ റേറ്റ് ഓഫ് ഡിവിഡൻറ്റും ഹൈ ആയിരിക്കും. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ എന്തെടുത്ത് വെക്കണ പരിപാടിയൊന്നുമില്ല, പെർമനൻറ്റ് റിസർവ് ഫണ്ടിൻ്റെ പരിപാടിയൊന്നുമില്ല കേട്ടോ. നോ പെർമനൻറ്റ് റിസർവ് ഫണ്ടാണ്. മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് ആണ്, പക്ഷേ പെയ്ഡ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണ്. ഷെയർസും ഹൈ വാല്യൂ ആണ്. പെർമനൻറ്റ് റിസർവ് ഫണ്ടും പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഷൂൾസ് ടൈപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്ന ബുക്ക് ഷൂൾസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, ഓർത്തു വയ്ക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് വാസ് റിട്ടൺ ബൈ ഷൂൾസ് ആണ്. ഡെമോക്രാറ്റിക് ബേസിസിൽ തന്നെയാണ് ഷൂൾസ് ബാങ്ക്സ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല പോയിൻ്റാണ്. പിന്നെ അദ്ദേഹം പ്രൊഫഷണലി ആരായിരുന്നു? ഒരു ജഡ്ജായിരുന്നു. ജഡ്ജ് ബൈ പ്രൊഫഷൻ എന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് ലീഡറായിട്ടാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് ഫസ്റ്റ് ലീഡർ ആരാണ്? നമ്മുടെ റെയ്ഫീസൺ ആണ് അല്ലേ. അപ്പം സെക്കൻഡ് ലീഡർ എന്ന പ്രധാനമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ജർമ്മനിയിലെ രണ്ടാമത്തെ നേതാവ് എന്ന രീതിയിലാണ് ഷൂൾസ് അറിയപ്പെടുന്നത്. പിന്നെ ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് ഫസ്റ്റത്തെ അർബൻ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ. ഓക്കെ, ദ പയനിയർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാം. ഓക്കെ, ജർമ്മനിയിലാണ് ജനിക്കുന്നത്. 1808 പ്രൊഫഷനാണെങ്കിൽ ജഡ്ജാണ്. പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയൊരു പുസ്തകമാണ്. പിന്നെ ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ ഒരു സൊസൈറ്റി സ്ഥാപിക്കുകയുണ്ടായി. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഇൻ ജർമ്മനി, അതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഷൂൾസ് ആണ് കേട്ടോ. ഫ്രണ്ട്ലി സൊസൈറ്റി ഇൻ ജർമ്മനി. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ അർബൻ പീപ്പിളിനാണ് കൂടുതലായിട്ട് ക്രെഡിറ്റ് കൊടുത്തിരുന്നത്. ക്രെഡിറ്റ് ടു അർബൻ പീപ്പിൾ. പിന്നെ ആരാണ്? സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, മെർച്ചൻസ്, പുവർ വർക്കേഴ്സ്, മിഡിൽ ക്ലാസ് പീപ്പിൾ വെർ ദ മെമ്പേഴ്സ് ഓഫ് ഷൂൾസ് ബാങ്ക്. ഷൂൾസ് ബാങ്കിലെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? ആരാ പറഞ്ഞത്? സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, മെർച്ചൻസ്, പുവർ വർക്കേഴ്സ്, മിഡിൽ ക്ലാസ് പീപ്പിൾ വെർ ദ മെമ്പേഴ്സ് ഓഫ് ഷൂൾസ് ബാങ്ക് ആണ്. ഷൂൾസ് ബാങ്ക് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പോപ്പുലർ ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്, ടൗൺ ബാങ്ക്സ് എന്നറിയപ്പെടുന്നുണ്ട്, ഷെയർ ബാങ്ക്സ് എന്നറിയപ്പെടുന്നുണ്ട്, പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. വൈഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു, പക്ഷേ അവർ റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഷോർട്ട് ടേം ലോൺസ് കൊടുക്കും. ടാഞ്ചിബിൾ സെക്യൂരിറ്റി അസറ്റ് വാങ്ങിയിട്ട് ഷോർട്ട് ടേം ലോൺസ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഷൂൾസ് ടൈപ്പ് സൊസൈറ്റീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഷൂൾസിൻ്റെ പുസ്തകം ആലോചിച്ച് വെക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ആരുടെ ബുക്കാണെന്ന് ചോദിക്കാറുണ്ട്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഇൻ ജർമ്മനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ഷൂ മേക്കേഴ്സ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഷെഡ്യൂൾ 2 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കണ്ടെയ്ൻസ്. ഷെഡ്യൂൾ 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഷെഡ്യൂൾ 2 എന്തെല്ലാം ഉണ്ട്? ഓപ്ഷൻ എ ഫോംസ് ആണ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്, ഓപ്ഷൻ ബി പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണോ, ഓപ്ഷൻ ഡി പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ആണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉത്തരം എന്ന് നോക്കാം നമുക്ക്. ഏതാ ഉത്തരം?
ഓപ്ഷൻ 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ 2 അല്ല, സോറി, ഷെഡ്യൂൾ 2 കേട്ടോ. ഷെഡ്യൂൾ 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക, കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ്. ഫോംസ് എവിടെയാണ് വരുന്നത്? ഫോംസ് ഷെഡ്യൂളിലല്ല വരുന്നത് കേട്ടോ, അപ്പൻഡിക്സ് 2 ആണ് കേട്ടോ. ഫോംസ് എവിടെയാണ്? അപ്പൻഡിക്സ് 2 ആണ് ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്ത ഒരു ക്ലാസ് ഉണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോംസ് പോയി കണ്ടു നോക്കി നോട്ട് എഴുതി വെക്കണം കേട്ടോ, ഒന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഫോംസ് അപ്പൻഡിക്സ് 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ് ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ റൂൾ 15 പറയണത്. അപ്പോൾ ഷെഡ്യൂൾസ് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൂസ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫേർഡ് ടു PSC എന്ന് പറയുന്നതാണ് ഷെഡ്യൂൾ 1. ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൂസ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫേർഡ് ടു PSC, അതായത് 1995 PSCക്ക് വിടുന്നത് കേട്ടോ. അപ്പോൾ 15 അപ്പെക്സ് സൊസൈറ്റീനെ കുറിച്ചിട്ടാണ്, ഈ PSCക്ക് വിട്ട 15 അപ്പെക്സ് സൊസൈറ്റീനെ കുറിച്ചിട്ടാണ് ഈ ഷെഡ്യൂളിൽ പറയുന്നത്. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്, 7 പ്രിൻസിപ്പൽസ് ആണ് പറയുന്നത്. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്. സെക്ഷൻ 2 ECCC 3 C ഉണ്ട് കേട്ടോ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിൻ്റെ ഡെഫിനിഷൻസ് പറയുമ്പോൾ. ഷെഡ്യൂൾ 3 എന്താണ്? 3 ആണ് ടൈം ലിമിറ്റ്, അതായത് പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ പറയുന്നുണ്ടല്ലോ ഇവിടെ. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് ടൈം ലിമിറ്റ് പറയുന്നത് ഷെഡ്യൂൾ 3 കേട്ടോ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 69 69 സബ്സെക്ഷൻ 4 ടൈം ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട പീരിയഡ് ഓഫ് ലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയണത്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 1 എന്താണ്? ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൂസ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫേർഡ് ടു PSC. വർഷം പഠിച്ചു വെക്കണം 1995. സെക്ഷൻ 80 സബ്സെക്ഷൻ 3A 15 അപ്പെക്സ് സൊസൈറ്റിയുടെ കാര്യമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ 15 അപ്പെക്സ് സൊസൈറ്റിയും വൃത്തിക്ക് പഠിക്കണം കേട്ടോ, ഓരോന്നായിട്ട് പഠിക്കണം. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ്. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആൻഡ് സെക്ഷൻ എന്താണ്? സെക്ഷൻ 2 ECCC ആണ്. 3 C ഉണ്ട്. എത്ര പ്രിൻസിപ്പളാണ് ഉള്ളത്? 7 പ്രിൻസിപ്പളാണ് ഉള്ളത്. ഓക്കെ, ഷെഡ്യൂൾ 3 എന്താണ്? അത് കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്, നമ്മുടെ ഫസ്റ്റത്തെ ലോയുടെ ക്ലാസ് പോയി നോക്കിയാൽ അവിടെ വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റാണ്. ഷെഡ്യൂൾ 3 എന്താണ്? ടൈം ലിമിറ്റാണ്. സെക്ഷൻ 69 സബ്സെക്ഷൻ 4 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾസ് കഴിഞ്ഞു. പിന്നെ അപ്പൻഡിക്സ് കടന്നാൽ റൂൾസിന് ശേഷമാണ് അപ്പൻഡിക്സ് പറയുന്നത് കേട്ടോ. ആക്റ്റിലാണ് ഷെഡ്യൂൾസ് പറഞ്ഞിട്ടുള്ളത്, റൂൾസിലാണ് അപ്പൻഡിക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൻഡിക്സ് 1 എന്താണ്? രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ SCU ആൻഡ് CCU ആണ് അപ്പൻഡിക്സ് 1. SCUകളും CCUകളും സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകൾ. പിന്നെ അപ്പൻഡിക്സ് 2 ആണ് വാരിയസ് ഫോംസ്. 39 ഫോംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. റൂൾ 2F ആണ് കേട്ടോ. റൂൾ 2F ആണ് ഫോമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡെഫിനിഷൻ പറയുന്നതാണ് 2Fൽ. അപ്പൻഡിക്സ് 3 എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ആണ്. അക്കോർഡിംഗ് ടു ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ഓഫ് വാരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 83A സബ്സെക്ഷൻ 3A പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനാണ് അപ്പൻഡിക്സ് 3 പറയുന്നത്. അക്കോർഡിംഗ് ടു ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ആണ് കേട്ടോ അപ്പൻഡിക്സ് 3 പറയുന്നത്. അപ്പോൾ അപ്പൻഡിക്സ് 1 രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ SCU ആൻഡ് CCU. അപ്പൻഡിക്സ് 2 വാരിയസ് ഫോംസ് ആണ്. ഡെഫിനിഷൻ വരുന്നത് 2Fലാണ്. 39 ഫോമുകളാണ് ഉള്ളത്. അപ്പൻഡിക്സ് 3 എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ഓഫ് വാരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൻ്റെ സെക്ഷൻ വരുന്നത് 83AA ആണ് കേട്ടോ. 83AA എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചോദ്യഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആണ് ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്നത്. ഫോംസ് അപ്പൻഡിക്സ് 2 ആണ്. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ക്ലാസിഫിക്കേഷൻ റൂൾ 15 ക്ലാസിഫിക്കേഷൻ ആണ്. പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ വരുന്നത് ഷെഡ്യൂൾ 3 കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിങ് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആസ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്. ആൻഡ് ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ്, ഇൻഡിവിജ്വൽസ് ആണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ആൻഡ് അതർ സൊസൈറ്റീസ്, മറ്റ് സൊസൈറ്റികളും മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അങ്ങനത്തെ സൊസൈറ്റികളെ എന്ത് വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഡെഫിനിഷൻസ് എന്ന ഭാഗത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ മുമ്പ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ പറയണത് അപ്പെക്സ് സൊസൈറ്റിയാണ് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റിയെ ബന്ധപ്പെട്ട് ഡെഫിനിഷൻ ഏതാണ്? ഓർത്തു നോക്കൂ. ഡെഫിനിഷൻ 2
എ ആണ് അല്ലേ, എ ആണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. 2A എന്താണ്, അപ്പെക്സ് സൊസൈറ്റി ആണ് കേട്ടോ. 2A അപ്പെക്സ് സൊസൈറ്റി ആണ്. അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവ് ദ വോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്സ്. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്, ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാൻ ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കണം. ഇതാണ് 2A പറയുന്ന അപ്പെക്സ് സൊസൈറ്റി. അപ്പോൾ ഇവിടെ ചോദ്യം അതല്ല, അപ്പോൾ അതുകൊണ്ട് ഉത്തരവും അതല്ല. ഓപ്ഷൻ ബി സെൻട്രൽ സൊസൈറ്റികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സെൻട്രൽ സൊസൈറ്റി? 2 സബ്സെക്ഷൻ ഡിയിലാണ് സെൻട്രൽ സൊസൈറ്റി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സെൻട്രൽ സൊസൈറ്റി പറഞ്ഞിട്ടുള്ളത് 2 സബ്സെക്ഷൻ ഡിയിലാണ്. സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ജൂറിസ്ട്രിക്ഷൻ ഓവർ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ബട്ട് നോട്ട് ദ വോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് ആണ്. ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് ആണ്. ഓക്കെ, ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തുണ്ടാവും. അതാണ് സെൻട്രൽ സൊസൈറ്റി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെമ്പേഴ്സ് ഇൻഡിവിജ്വൽസും ഉണ്ട്, അതർ സൊസൈറ്റീസും ഉണ്ട്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഏത് തന്നെയാണ്? ഫെഡറൽ സൊസൈറ്റീസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഫെഡറൽ സൊസൈറ്റീസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഫെഡറൽ സൊസൈറ്റി എന്താണ്? IBയിലാണ് പറയണത് കേട്ടോ. 2IBയിലാണ്. ഫെഡറൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് ഇതിലൊരു മെമ്പറാണ് കേട്ടോ. ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. IB ആണ് ഫെഡറൽ. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി IB ആണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പെക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 2A ആണ് അപ്പെക്സ്. സെൻട്രലിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ, 2D ആണ് സെൻട്രൽ. പിന്നെ 2IB ആണ് എന്ത്, ഫെഡറൽ കേട്ടോ. 2IB ആണ് ഫെഡറൽ. പിന്നെ അത് അപ്പോൾ ഉത്തരം ഏതാണ്? ഫെഡറലാണ് കേട്ടോ. 2 കൂട്ടരുള്ളത്. ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതർ സൊസൈറ്റീസ് മെമ്പേഴ്സായി വരുന്നത് ഫെഡറലാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If all the members of a cooperative society are individuals, the application shall be signed by not less than 25% from different family. The expression member of a family shall not ഇൻക്ലൂഡ് ചെയ്യാത്തത്, മെമ്പർ ഓഫ് എ ഫാമിലി ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? ആരെയാണ് മെമ്പർ ഓഫ് ദ ഫാമിലിയായി പരിഗണിക്കാത്തത് എന്നാണ് ചോദ്യം. അത് നമ്മുടെ സെക്ഷൻ 6 പറയുന്നുണ്ട് കേട്ടോ. ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 6 ആരെല്ലാമാണ് മെമ്പറായിട്ട് ഉൾപ്പെടുത്തുകയെന്ന്. അപ്പോൾ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ സ്റ്റെപ്പ് ഡോട്ടർ ആണോ? ഓപ്ഷൻ ബി അങ്കിൾ ആണോ? ഓപ്ഷൻ സി ഹാഫ് ബ്രദർ ആണോ? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണോ? ആരെയാണ് ഷാൾ നോട്ട് ഇൻക്ലൂഡ് ആണ് ഉൾപ്പെടുത്താത്തത്, മെമ്പർ ഓഫ് എ ഫാമിലി ആയിട്ട് ഉൾപ്പെടുത്താത്തത്? അതായത് ഒരേ കുടുംബത്തിൽ 25 ആൾക്കാരിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അപ്ലിക്കേഷൻ സൈൻ ചെയ്യുമ്പോൾ നോട്ട് ലെസ് ദാൻ 25% ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി വേണം, ഒരേ ഫാമിലി ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പറയുന്നുണ്ട്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദ എക്സ്പ്രഷൻ മെമ്പർ ഓഫ് എ ഫാമിലി മീൻസ് വൈഫ്, ഹസ്ബൻഡ്, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് ഫാദർ. സ്റ്റെപ്പ് ഏതൊക്കെ വരും? സ്റ്റെപ്പ് ഫാദർ വരും, സ്റ്റെപ്പ് മദർ വരും, സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് ഡോട്ടർ, സ്റ്റെപ്പ് സൺ ഒക്കെ വരും കേട്ടോ. ശരിക്കുള്ള ഡോക്ടറും ശരിക്കുള്ള സണ്ണും വരും, സ്റ്റെപ്പ് സണ്ണും സ്റ്റെപ്പ് ഡോട്ടറും വരും, ഗ്രാൻഡ് സണ്ണ് വരും, ഗ്രാൻഡ് ഡോട്ടർ വരും, ബ്രദർ, സിസ്റ്റർ, ഹാഫ് ബ്രദർ, ഹാഫ് സിസ്റ്റർ ആൻഡ് വൈഫ് ഓഫ് ബ്രദർ. മനസ്സിലായ? വൈഫ് ഓഫ് ബ്രദറും കൂടി എന്താണ്? റിലേറ്റീവ് എന്നൊരു ഭാഗത്താണ് വരുന്നത് കേട്ടോ. ഓർ ഹാഫ് ബ്രദർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൽ അങ്കിൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ അങ്കിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരം ഏതാണ്? അങ്കിളാണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്. അങ്കിളാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഹാഫ് ബ്രദർ വരുന്നുണ്ട്, സ്റ്റെപ്പ് ഡോട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. വൈഫിൻ്റെ ബ്രദർ, വൈഫ് ഓഫ് ബ്രദർ, അതും എങ്ങനെയാണ് കാണപ്പെടുന്നത്? എക്സ്പ്രഷൻ ഓഫ് എ ഫാമിലിയിൽ ഉൾപ്പെടുന്ന രീതിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായേണ്ടതായിരിക്കുന്നു. ഇതിൽ അങ്കിളാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയണത് യൂസ് ഓഫ് ദ വേർഡ് കോപ്പറേഷൻ ബിക്കം സ്റ്റാറ്റ്യൂട്ടറി ആസ് പെർ. യൂസ് ഓഫ് ദ വേർഡ് കോപ്പറേഷൻ ബിക്കം സ്റ്റാറ്റ്യൂട്ടറി ആസ് പെർ ഏത് ആക്ട് പ്രകാരമാണ് കോപ്പറേഷൻ സ്റ്റാറ്റ്യൂട്ടറി ആയതെന്ന് കേട്ടോ. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണോ? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണോ?
പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണോ നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ആണോ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ് കോർപ്പറേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ട് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമാണ് കേട്ടോ. എങ്ങനെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമാണ് ഇതെന്തായത്, ഒരു സ്റ്റാറ്റ്യൂട്ടായത്, ഒരു നിയമം അനുശാസിക്കുന്ന സംഭവമായത് കേട്ടോ. 1912 ആക്റ്റാണ് പറയുന്നത് കേട്ടോ. 1912 ആക്റ്റാണ്. അതിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ദ വേർഡ് യൂസിങ് കോപ്പറേറ്റീവ് ഒരു പണിഷബിൾ ഒഫൻസ് ആയതിന് ശേഷമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ദ വേർഡ് യൂസിങ് കോപ്പറേറ്റീവ് ഈസ് എ പണിഷബിൾ ഒഫൻസ് എന്ന് വന്നത് 1912 ആക്ടിന് ശേഷമാണ്. ആക്ട് 2 എന്നാണ് അറിയപ്പെടുക. 1912 ആക്ട് അറിയപ്പെടുന്നത് ആക്ട് 2 എന്നാണ്. ഇൻഡിവിജ്വൽസും സൊസൈറ്റീസിനും മെമ്പേഴ്സ് ആവാം കേട്ടോ. 1904 ആക്ട് ആണെങ്കിൽ ഇൻഡിവിജ്വൽസിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റിയിരുന്നുള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽസിനും സൊസൈറ്റീസിനും മെമ്പേഴ്സ് ആവാൻ പറ്റും. രജിസ്ട്രാറിന് ഉണ്ട് കേട്ടോ. രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. രജിസ്ട്രാർക്ക് ധാരാളം പവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, 50 സെക്ഷൻസ് ആണ് ഈ 1912 ആക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. എന്നാ പാസ്സായത്, എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 1, 1912 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. പിന്നെ ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നുമാണ്. അന്ന് അർബനും റൂറലുമായിട്ടാണ് 1904 തരംതിരിച്ചതെങ്കിൽ 1912 ലിമിറ്റഡും അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും രജിസ്റ്റർ ചെയ്യാം. 1904 ആക്ട് പ്രകാരം ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ 1912 ആക്ട് വന്നതോടുകൂടി നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ രജിസ്ട്രേഷൻ അപ്പെക്സ് സെൻട്രലും യൂണിയൻസിലൊക്കെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഓഡിറ്റ് ബൈ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ രജിസ്ട്രാർ. ഓക്കെ, ഓഡിറ്റ് ബൈ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ രജിസ്ട്രാർ എന്ന പോയിന്റ് പറയുന്നുണ്ട്. ഓഡിറ്റ് ഫീസ് 1912 ഓഡിറ്റ് ഫീസ് വന്നു. പക്ഷേ 1904 നോ ഓഡിറ്റ് ഫീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ഡെപ്പോസിറ്റ്സ് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? മെമ്പേഴ്സിൽ നിന്ന്, നോൺ മെമ്പേഴ്സിൽ നിന്നും സ്വീകരിക്കാം 1912 ആക്ട് പ്രകാരം. പക്ഷേ 1904 ഡെപ്പോസിറ്റ്സ് മെമ്പേഴ്സിൽ നിന്ന് മാത്രമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പം 1904 ആക്ട് 10 എന്നറിയപ്പെടുന്നു. 1912 ആക്ട് എങ്ങനെ അറിയപ്പെടുന്നു? ആക്ട് 2 ഓഫ് 1912 എന്നാണ് അറിയപ്പെടുക കേട്ടോ. ആക്ട് 2 ഓഫ് 1912 50 സെഷനാണ്. 1904 ആക്ട് ആണെങ്കിലോ 29 സെഷനാണുള്ളത്. അതിൻ്റെ ഡേറ്റ് പഠിക്കണം. 25/3/1904 കേട്ടോ. 1904 ആക്ട് മാർച്ച് 25 ഇത് 1/3/1912 ഓക്കെ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിഞ്ഞ് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 90ാമത്തെ ചോദ്യം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി അഫിലിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ദ അഫിലിയേഷൻ ഫീസ് ഷാൾ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കണം. അതിനായി അവർ അഫിലിയേഷൻ ഫീസ് പേ ചെയ്യേണ്ടതുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റിസർവ്സ്, ഓപ്ഷൻ സി പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി ഷെയർ ക്യാപിറ്റൽ എന്നിവയാണ് ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായി വരുന്നത് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അനുസരിച്ചിട്ടാണ് അടയ്ക്കേണ്ടത് കേട്ടോ. അവിടെ ഷെയർ ക്യാപിറ്റൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്നുണ്ട്. അപ്പോൾ അത് ഉത്തരമായിട്ട് എടുക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനും ഒരു റൂളുമാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സെക്ഷൻ 90 കേട്ടോ. സെക്ഷൻ 90 പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അഫിലിയേറ്റ് ചെയ്ത സൊസൈറ്റികളാണെങ്കിൽ എല്ലാ വർഷവും റിന്യൂവൽ നടത്തണം എന്നും പറയുന്നുണ്ട്. 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അഫിലിയേഷൻ ആൻഡ് ഷാൾ ബി റിന്യൂഡ് ഓൺ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരിയഡ്. അഫിലിയേഷൻ റിന്യൂ ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഓക്കെ,
അഫിലിയേഷൻ റിന്യൂ ചെയ്യുകയും വേണം. 6 മാസത്തിനകം, രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകം എന്തു ചെയ്യണം? അഫിലിയേഷൻ ഫീസ് അടച്ച് അഫിലിയേറ്റ് ചെയ്യുകയും വേണം എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അടയ്ക്കണം കേട്ടോ. ഫോം നമ്പർ 14 അഫിലിയേഷൻ്റെ ഫോമുമായി ബന്ധപ്പെട്ടത്. CCUവിൻ്റെ ഇലക്ഷൻ നോമിനേഷൻ പറയുന്നത് 14A ഫോമുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ എടുത്തതാണ്. അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണുക, കണ്ട് നോട്ട് എഴുതി കോളം വരച്ച് വെക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു റൂളും കൂടി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സെക്ഷൻ നമ്മൾ പറഞ്ഞു, സെക്ഷൻ 90 വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂള് 148. സെക്ഷൻ 90 പറഞ്ഞു, റൂള് 148 ഈ ഒരു ചോദ്യവുമായി കണക്ട് ചെയ്ത് പഠിച്ചിരിക്കണം. റൂൾ 148 പറയണത് അഫിലിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. എന്താ പറയണത്? അഫിലിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നതാണ്. അതായത് ഇൻഡിവിജ്വൽ ഷെയറും ഉണ്ട്, ഗവൺമെൻറ് ഷെയറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിലാണ് ഇവർ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കേണ്ടത് കേട്ടോ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ സൊസൈറ്റി 40 ലക്ഷമോ അതിൽ മുകളിലോ ആണെങ്കിൽ, എത്ര? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 40 ലക്ഷമോ അതിൻ്റെ മുകളിലോ ആണെങ്കിൽ 2000 അടയ്ക്കേണ്ടത് കേട്ടോ. എത്രയാണ്? 2000. പിന്നെ 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ, 20 ലക്ഷം ആൻഡ് എബവ് ബട്ട് ബിലോ 40 ലക്ഷം. 40 ലക്ഷത്തിന് താഴെയാവണം എങ്കിൽ 20 ലക്ഷം. അപ്പോൾ അതാണ് 40 to 20 റേഞ്ചിലാണെങ്കിൽ 1800 രൂപയാണ് അടയ്ക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് 3 ലക്ഷം ആൻഡ് എബവ് ബട്ട് ബിലോ 20 ലക്ഷം. 20 ലക്ഷത്തിന് താഴെയാണ്, എന്നാൽ 3 ലക്ഷം ആവണം. ആ ഒരു ബാറ്, അതായത് അതാണ് ആ ഒരു ലെവലിൽ 1600 കൊടുക്കുന്നത് കേട്ടോ. 3 ലക്ഷത്തിനും 20 ലക്ഷത്തിനും താഴെയുള്ളത് 3 ലക്ഷം തൊട്ടിട്ട് 20 ലക്ഷം വരെ 1600. 1 ലക്ഷത്തിന് മുകളിലായിരിക്കണം, പക്ഷേ 3 ലക്ഷത്തിൽ കൂടാനും പാടില്ല. 3 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 1000 രൂപ അടച്ചാൽ മതി. 50,000 ആൻഡ് എബവ് ബട്ട് ബിലോ 1 lakh ആണെങ്കിൽ 600 അടയ്ക്കണം. 25,000 ആൻഡ് എബവ് ബട്ട് ബിലോ 50,000 ആണെങ്കിൽ 400 അടയ്ക്കണം. 10,000-നും 25,000-നും ഇടയിലാണെങ്കിൽ 300 അടയ്ക്കണം. 5,000-നും 10,000-നും കേട്ടോ, അപ്പോൾ 200. ഇനി 5,000-ൽ താഴെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ അവർ 100 രൂപ മാത്രം അടച്ചാൽ മതി എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ കണക്ക് ഒന്നും കൂടി പറയാം കേട്ടോ. 40 ലക്ഷമോ അതിൻ്റെ മുകളിലോ, അത് ചോദിക്കാറുണ്ട്, 2000 രൂപയാണ്. പിന്നെ 20 ലക്ഷവും 40 ലക്ഷത്തിൻ്റെ ഇടയിൽ 1800, 3 ലക്ഷത്തിനും 20 ലക്ഷത്തിൻ്റെ ഇടയിൽ 1600, 1 ലക്ഷവും 3 ലക്ഷത്തിൻ്റെ ഇടയിൽ 1000, 50,000 1 ലക്ഷത്തിൻ്റെ ഇടയിൽ 600, 25,000-ൻ്റെയും 50,000-ൻ്റെ ഇടയിൽ 400, 10,000-ൻ്റെയും 25,000-ൻ്റെ ഇടയിലാണെങ്കിൽ 300. പിന്നെ അതുപോലെ തന്നെ 5,000-ൽ കൂടുതൽ, പക്ഷേ 10,000-ൽ കൂടാൻ പാടില്ല, അത് 200. പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് ബിലോ 5,000-ൽ താഴെയാണെങ്കിൽ 100 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ആനുപാതികമായി അടയ്ക്കേണ്ട തുകയാണ് പറഞ്ഞത്. ഓക്കെ, ഓരോരോ സൊസൈറ്റിക്കും ഇത്ര പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒന്നും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. ഇനി കയറ്, ഫിഷറീസ്, ഇൻഡസ്ട്രീസ്, ഖാദി, വനിത, SC/ST എന്നീ സൊസൈറ്റികൾക്ക് അഫിലിയേഷൻ ഫീസ് അടയ്ക്കുമ്പോൾ ഇത്തിരി ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ സൊസൈറ്റികളും, ഇവരൊഴികെയുള്ള സൊസൈറ്റികളൊക്കെ ഇൻഡിവിജ്വൽ ഷെയറും ഗവൺമെൻറ് ഷെയറും ഒരുമിച്ച് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് വേണം, ഇതിനനുസരിച്ചിട്ട് വേണം എന്തു കൊടുക്കാൻ? അഫിലിയേഷൻ ഫീസ് കൊടുക്കാൻ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് കയറ്, ഫിഷറീസ്, ഇൻഡസ്ട്രീസ്, പിന്നെ ഖാദി, വനിത, SC/ST, കയറ്, ഫിഷറീസ്, ഇൻഡസ്ട്രീസ്, ഖാദി, വനിത, SC/ST കേട്ടോ. ഖാദി, വനിത, SC/ST ഒക്കെ എന്ത് ചെയ്യണം? അവർ ഇൻഡിവിജ്വൽ ഷെയറിൻ്റെ ഒരു സ്ലാബ് നോക്കി മാത്രം അടച്ചാൽ മതി. അവർ ഗവൺമെൻറ്റിൻ്റെ ഷെയറുമ്പിലുള്ളത് കൊടുക്കണ്ട. ഇപ്പോൾ അവർക്ക് മൊത്തം 1 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 40,000 60,000 അവരുടെ ഉള്ളത്. 40,000 ആരുടെയാണ്? ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി? അവരുടെ മാത്രം ആ ഒരു സ്ലാബിൻ്റെ എമൗണ്ട് നോക്കി അടച്ചാൽ മതി. അവരുടെ എമൗണ്ട് 60,000 ആണല്ലോ, 40,000 ഗവൺമെൻറ്
ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ. ആ 40,000 അടയ്ക്കേണ്ട അവരുടെ 60,000 ആ ഒരു റേഞ്ചിൽ വരുന്ന എമൗണ്ട് എത്രയാണോ അത് അടച്ചാൽ മതി. ബാക്കി അവർക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത് നോക്കണം. കയറിന് കൊടുത്തിട്ടുണ്ട്, ഫിഷിന് കൊടുത്തിട്ടുണ്ട്, ഫിഷറീസിന് കേട്ടോ, ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട്, ഖാദിക്കും വനിതയ്ക്കും SC/STക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഖാദി, വനിത, SC/ST, കയറ്, ഇൻഡസ്ട്രി, ഫിഷ് കേട്ടോ. ആർക്കൊക്കെയാ? കയറ്, ഫിഷ്, ഇൻഡസ്ട്രി, കയറ്, ഫിഷ്, ഇൻഡസ്ട്രി, പിന്നെ ഖാദി, വനിത, SC/ST ഇവർക്കാണ് ഇളവ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിവിജ്വൽ സ്ലാബ് നോക്കി അടച്ചാൽ മതി. ഗവൺമെൻറ്റിൻ്റെ ഷെയർ അടയ്ക്കേണ്ട, അതിന്മേലുള്ളത് അടയ്ക്കേണ്ട. അപ്പം അഫിലിയേഷൻ നടത്തുന്നത് വിത്തിൻ 6 months ആണെന്ന് പറഞ്ഞു. അപ്പം പുതുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതുക്കുന്നത് ഇപ്പം പുതുക്കുന്നത് അതാത് കാലഘട്ടത്തിൽ പുതുക്കി പോകണമെന്ന് പറഞ്ഞു. പുതുക്കുന്നത് എന്നാണോ കാലാവധി കഴിയുന്നത്, ഇപ്പോൾ കാലാവധി കഴിയുന്നതിൻ്റെ 30 ദിവസം മുമ്പ് പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാണോ കാലാവധി കഴിയുന്നത് അതിൻ്റെ 30 ദിവസം മുമ്പ് എന്ത് ചെയ്യണം? പുതുക്കാനുള്ള അപേക്ഷ റെഡിയാക്കി കൊടുക്കണം. അതാണ് പറയണത് കേട്ടോ. അഫിലിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റൂള് 148 സെക്ഷൻ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 90 വരുന്നത്. രണ്ടും നന്നായി പഠിച്ചു വെക്കുക. പിന്നെ ഈ അഫിലിയേഷൻ ഫീസിൻ്റെ സ്ലാബുകളും കാര്യങ്ങളും ഓർത്തു വയ്ക്കുക. ആരൊക്കെയാണ് അഫിലിയേഷൻ ഫീസിൽ നിന്ന് ഇളവ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഈ അഫിലിയേഷൻ ഫീസും റിന്യൂവൽ ഫീസും ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫണ്ട് തന്നെയാണ് കേട്ടോ. അവർക്ക് ലഭിക്കുന്ന ഒരു നല്ല വരുമാന മാർഗമാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.